യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 5 വാക്യം 39. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്കു സാക്ഷ്യം പറയുന്നു. ദൈവവചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് അവ നൽകിയിരിക്കുന്നത്. അതിനർത്ഥം തിരുവെഴുത്തുകളിൽ നിത്യജീവൻ കണ്ടെത്താൻ കഴിയും എന്നാണ്. പാകം ചെയ്യാനുള്ള വിധം ചില ആഹാര സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിനോടൊപ്പം കുറിപ്പായി വച്ചിട്ടുണ്ടാകും. ആ കുറിപ്പ് തിന്നാനുള്ളതല്ല. അതുപോലെ ആഹാര സാധനവും അതേപടി തിന്നാനുള്ളതല്ല. വിശപ്പടങ്ങാനും ആരോഗ്യമുണ്ടാകാനും വളർച്ചയ്ക്കായുമൊക്കെ ആ കുറിപ്പിൽ പറയുന്ന നിർദ്ദേശമനുസരിച്ച് അത് പാചകം ചെയ്ത് കഴിക്കണം. ദൈവവചനം ഇതുപോലെ നമുക്ക് നിത്യജീവൻ ഉണ്ടാകാൻ എന്ത് ചെയ്യണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദർ ദൈവം നൽകിയ തിരുവെഴുത്തുകളെ വളരെ ബഹുമാനത്തോടെയും ഭക്തിയോടെയും പിന്തുടർന്നിരുന്നു. അവരെ നിത്യജീവനിലേക്ക് അത് നയിക്കുമെന്ന വിശ്വാസവും ഉണ്ടായിരുന്നു. എന്നാൽ അത് എങ്ങനെയെന്ന് പലപ്പോഴും ശരിയായി ഗ്രഹിക്കാൻ അവർക്കായില്ല. ഇതേക്കുറിച്ചാണ് യേശു അവരോട് സംസാരിക്കുന്നത്. അവയെല്ലാം യേശുവിനെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് അവ നൽകുന്ന നിർദ്ദേശം. അവർ മശിഹയ്ക്കായി കാത്തിരുന്നത് ഈ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. മശിഹ വന്ന് എല്ലാ വൈദേശിക ശക്തികളുടെയും കയ്യിൽ നിന്ന് തങ്ങളെ സ്വതന്ത്രരാക്കി രാജാവായി ഭരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ യേശു അവരോട് വ്യക്തമാക്കിയത് താൽക്കാലിക ലോകത്തിലെ സ്വാതന്ത്ര്യമോ ഭരണമോ അല്ല ദൈവത്തിൻ്റെ വാഗ്ദത്തം. നിത്യജീവനും എന്നേക്കുമുള്ള ലോകവുമാണ്. ഈ ആത്മീയ സന്ദേശം അവർക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതിനാലാണ് അവർ ഈ ലോകത്തെക്കുറിച്ചും ഇവിടുത്തെ രാജ്യത്തെക്കുറിച്ചും മാത്രം ചിന്തിച്ചത്. ഇന്നും പലർക്കും ആത്മീയ കാര്യങ്ങളെ മനസ്സിലാക്കാനാകാത്തതിനാലാണ് യേശുക്രിസ്തുവിനെ ഇവിടുത്തെ ആവശ്യങ്ങൾക്കായി മാത്രം കാണുന്നത്. ദൈവവചനം നമ്മുടെ നിത്യതയ്ക്കായി നൽകിയതാണെന്ന് മനസ്സിലാക്കി അതിനായി അനുസരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.